അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നാളെ പരിശുദ്ധ വെള്ളിയാഴ്ചയാണല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയാൻ പോകുന്ന ദുആ ചെയ്താൽ ഉറപ്പായിട്ടും കടങ്ങൾ വീടിക്കിട്ടും. അതിപ്പോൾ ചെറുതാണെങ്കിലും എത്ര വലിയ കടാണെങ്കിലും എല്ലാം ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നീങ്ങിക്കിട്ടുന്നതാണ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര കടമുണ്ടെങ്കിലും ഈ ദുആ മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നതാണ്. ദുആ പറയാം. പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതിനാൽ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ആദ്യമേ പറയട്ടെ, അശുദ്ധി സമയത്തും സ്ത്രീകൾക്ക് ഈ ദുആ ചൊല്ലാവുന്നതാണ്. ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇങ്ങനെ ആരുടെ കടം വീടാൻ വേണ്ടിയും ഈ ദുആ പതിവാക്കാം. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലിയെ, ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമുഅ ദിവസം 70 തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും പതിവാക്കി ചൊല്ലിയാൽ ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടം ഉണ്ടെങ്കിൽ പോലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ്. ദുആ പറയാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. അർത്ഥം പറയാം. അല്ലാഹുവേ, നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ. നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ അല്ലാ. ഇതാണ് ഈ ദുആയുടെ അർത്ഥം. എല്ലാവരും ഇനി പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ചെറിയ ദുആ വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം 70 തവണ ചൊല്ലുക. പിന്നെ വരുന്ന എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം വെറും 7 തവണ വീതം അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക. അടുത്ത വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം മേൽപ്പറഞ്ഞ ദുആ 70 തവണ ചൊല്ലുക. ശേഷം സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണ വീതം അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്തു വന്നാൽ എല്ലാ കടങ്ങളും വീട്ടുവാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുന്നതാണ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്തു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.